ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DS ഫോട്ടോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടച്ച് പെന്നാണ്. സ്മാർട്ട് ഫോണിലൊക്കെ ടച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടച്ച് പെന്നാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സാധാ പേന ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ട്യൂബില്ലാത്ത പേന, മഷി കഴിഞ്ഞത്, പിന്നെ ഈ ഡിഷുകളൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്, അതിൻ്റെ ഒരു ചെറിയൊരു പീസ്, പിന്നെ ഒരു കോട്ടൺ. ആദ്യം തന്നെ ഈ ഡിഷ് കഴുകണ ബ്രഷിൽ നിന്ന് ഇതുപോലത്തെ ഈ മെറ്റലായിട്ടുള്ള നൂല് പോലത്തുള്ള സാധനം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു നൂലാണിത്. കുറച്ച് നീളം അത്യാവശ്യം വേണം, എന്നാലേ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ആ നൂല് ഈ പേനയുടെ ടിപ്പിൽ കൂടെ കടത്തിവിടുക. അതിങ്ങനെ കടത്തിവിടുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മെറ്റൽ വയർ കടത്തി വിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കോട്ടനെ ഒരു ഈ രീതിയിലാക്കിയെടുക്കുക. അതിനുശേഷം ഈ കോട്ടനെ ഈ ഹോളിലൂടെ ഉള്ളിലേക്ക് കടത്തുക. നമ്മളിപ്പോൾ അത് കടത്തി വിട്ടിട്ടുണ്ട്. ആ ഹോളിലൂടെ തന്നെയാണ് നമ്മൾ ഈ മെറ്റൽ വയറും കടത്തി വിട്ട് വന്നത്. ഇനി നമുക്ക് ഇത് പേന വെച്ച് അടയ്ക്കാം. ടൈറ്റ് ചെയ്ത് നന്നായി അടയ്ക്കാം. ഇനി ഇപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഇരിക്കുക. നമ്മൾ ഈ കോട്ടൺ ഈ രീതിയിൽ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഇതിൻ്റെ ചുറ്റും ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഇൻസുലേഷൻ ടേപ്പ് തിന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് ഈ പറഞ്ഞ കോട്ടൺ വിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതിന് ചുറ്റും ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പുറത്ത് നിൽക്കണ ഈ വയറില്ലേ, ഇനി ആ വയറിനെ ഈ പേനയുടെ ചുറ്റും ഇങ്ങനെ ചുറ്റി വയ്ക്കുക. ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇനി ഈ ചുറ്റിയ അറ്റത്ത് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെക്കുക. ഇത് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഇവിടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാണ്. നമ്മളിപ്പോൾ അത് ഇവിടെ പേനയുടെ ചുറ്റി കഴിഞ്ഞിട്ട് ഇവിടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ടച്ച് പെന്നിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ ഈ കോട്ടൻ്റെ ഭാഗത്ത് കുറച്ച് വെള്ളമാക്കണം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒരു ചെറിയൊരു മോയ്സ്ചർ ഉണ്ടാവണം, എന്നാലാണ് നമുക്ക് ഒരു ടച്ച് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് നേരെ വർക്കിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ പേന. നമുക്കിനി ടെസ്റ്റ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ടച്ചിങ് വർക്കാവുന്നുണ്ട്. ഡിലേ ഒന്നും വരുന്നില്ല. നമ്മളിത് വർക്ക് ചെയ്യിക്കുമ്പോൾ ഈ മെറ്റൽ വയർമ കൈ ടച്ച് ചെയ്തിട്ട് വേണം ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ, എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. നല്ല ഈസി ആയിട്ട് കൈ കൊണ്ട് തൊടുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മെറ്റൽ വയർമ ടച്ച് ചെയ്യാണ്ട് ഇനി ചെയ്ത് നോക്കാം. കണ്ട, അത്
കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ടച്ച് ചെയ്തിട്ടില്ലേ, ഇത് ടച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കണ്ട, ഇപ്പോൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മൊബൈൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് ടച്ച് എന്ന് പറഞ്ഞ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലത്തെ ഇലക്ട്രിക് പൾസ് സെൻസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ മെറ്റൽ വയർ വഴി നമ്മുടെ കയ്യിലത്തെ പൾസ് ഈ കോട്ടൻ്റെ അടുത്തെത്തി. മെറ്റൽ വയർ നേരിട്ട് മൊബൈൽ സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ കഴിയില്ല, കാരണം മൊബൈൽ സ്ക്രീനിൽ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഈ കോട്ടൺ ഫിറ്റ് ചെയ്ത് വെച്ചു. ഈ കോട്ടൺ ആണെങ്കിൽ പക്ഷേ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ചെറിയൊരു മോയ്സ്ചർ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ മെറ്റൽ വയർ വഴി ഈ കോട്ടണിൽ കൂടെ പോയിട്ട് മൊബൈൽ സ്ക്രീനിലേക്ക് എത്തിയോളും. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.